ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മനോഹരമായിരിക്കുന്നതായ നല്ലൊരു പ്രഭാതം കൂടി നമുക്ക് കാണുവാൻ തൊക്കണം. ദൈവം നമ്മെ സഹായിച്ചു. ഈ പ്രഭാത ഡിവോഷനിലേക്ക് നിങ്ങളേവരെയും ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തോളും. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്താവിഷയം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന ശബദ്. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന ശബദ്. ഇവിടെ തരുന്ന ആധാരവാക്യം സങ്കീർത്തനം 145 അധ്യായം 3 വാക്യം. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരനും ആകുന്നു, തൻ്റെ മഹിമ അഗോചരമത്രേ. ഇവിടെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഭൂഗർഭ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ ഭൂമിക്ക് അനേക വർഷങ്ങളുടെ പഴക്കം ഉണ്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ. ദൈവവചനത്തിൻ്റെ സാക്ഷ്യത്തെ അവർ തള്ളിക്കളയുന്നു. എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതായ ഫോസിലുകളിൽ നിന്നാണ് ഈ ഭൂമിക്ക് 10,000-കണക്കിന് വർഷങ്ങളുടെ പഴക്കം ഉണ്ടെന്ന നിഗമനത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേരുന്നത്. 7 ദിനം കൊണ്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ പോലും ഇന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ മാറ്റി മറിക്കുന്നു. കാരണം ആ തീരുമാനങ്ങളുടെ മാറ്റി മറിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഇന്നത്തെ വാദഗതികൾ. ദൈവം അനന്തമായ കാലയളവ് എടുത്താണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് എന്നാണ് ഇവരുടെ അവകാശവാദം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്രമ ദിനമായ 7-ാം ദിനം എന്ന 4-ാം കൽപ്പന പോലും അർത്ഥമില്ലാതാകുന്നു. ഭൂമിക്ക് ഉള്ളിൽ നിന്നും ഭൂമിയുടെ മുകളിലുള്ളതായ മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെയും വലുതായതിനാണ് ഈ സൃഷ്ടിപ്പിൻ്റെ ചരിത്ര രേഖയായത്. ബൈബിളിൻ്റെ കാലഘട്ടത്ത് മുമ്പ് ഉള്ളവയാണെന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ അതിനെ വാദിച്ച് വിജയിപ്പം നോക്കണം ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കുമ്പോഴത്തേക്ക് പ്രളയശേഷം ഈ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നതിൽ പോലും അവർക്ക് വേണ്ടത്ര അറിവ് ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ബൈബിൾ ചരിത്രമെന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബൈബിൾ ചരിത്രത്തെ കൂടാതെ ഈ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർക്ക് യാതൊന്നും തെളിയിക്കാൻ തൊക്കണം കഴിയില്ല. മനുഷ്യർ ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് മാനുഷിക തത്വങ്ങളിൽ ആശ്രയിക്കുമ്പോൾ നിലയില്ലാത്ത ആഴക്കടലിൽ അവർ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും തിരിച്ചു കയറാൻ ആകാത്ത വിധം ദൈവത്തിൻ്റെ 6 ദിന സൃഷ്ടി പ്രവൃത്തികൾ എങ്ങനെയാണ് നിർവഹിച്ചതെന്ന് മനുഷ്യർക്ക് ഇനിയും വെളിപ്പെടുത്തക്കണം കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടി പ്രവൃത്തികൾ അവിടുത്തെ നിലനിൽപ്പ് പോലെ മനുഷ്യന് ഗ്രഹിക്കാവുന്ന കാര്യവുമല്ല. ആ സൃഷ്ടിപ്പിൻ്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന ശബദവും നിത്യതയോളം നിലനിൽക്കും. അപ്പോൾ ഈ ശാസ്ത്രം ലഭിക്കുന്നതായ ഫോസിലുകളുടെ ആ ഒരു കാല അളവ് വെച്ചാണ് അവർ ഇന്ന് ലോകത്തെ വിധിക്കുന്നത്. നമുക്കറിയാം, പിതാവായ ദൈവം 6 ദിവസം കൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ തൊക്കണം സാധിക്കും. ദൈവത്തിൻ്റെ ഈ സൃഷ്ടിപ്പിൻ ചരിത്രത്തെ ഇന്ന് മനുഷ്യൻ നിന്നു തെറ്റായി അതിനെ വളച്ചൊടിക്കുന്നു. 6 ദിവസം കൊണ്ട് ദൈവം എന്തെല്ലാം ഉണ്ടാക്കിയെന്നും എന്തെല്ലാം സൃഷ്ടിച്ചുമെന്നും ഉൽപ്പത്തിയുടെ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മോട് വിളിച്ചു പറയുന്നു. ആയതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരുടെ തെറ്റായ ചിന്താഗതികളെ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആയതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വാക്യങ്ങളെ പറയുന്നത് ആ തെറ്റായ ചിന്തകളെ നാം മാറ്റിമറിച്ചുകൊണ്ട് എന്താണോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ തിരുവചനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നേറുക, അതിനായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി നമ്മേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല ഒരു പ്രഭാതം കൂടി തന്ന കൃപയ്ക്ക് ഞങ്ങൾ കർത്താവ് സ്തുതിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൻ്റെ മോഹത്തിൽ പെട്ട് ഞങ്ങൾ ആരും പോകുവാൻ തക്കോണം കർത്താവ് ഇടയാകരുതേ. കർത്താവ്, ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞങ്ങൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വളരെ വ്യക്തമായിട്ടും കർത്താവ് ശക്തമായിട്ടും ഞങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകണം. ഒരിക്കലും കർത്താവ് ഞങ്ങൾ ഈ ലോകത്തിൻ്റെ പാപത്തിലേക്ക് ഞങ്ങൾ വീണ്ടുപോകാൻ പോകാൻ തക്കം ഇടയാകാതെ അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങൾ വഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു. കേൾക്കണം നല്ല പിതാവായ ദൈവമേ. ആമേൻ.